ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സൂന ഞങ്ങൾക്ക് കാണിച്ചു തരും. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്കൊരു 7 ഗ്രാമ്പ്, 5 ഏലയ്ക്ക, ഒരു കഷ്ണം കറുവപ്പട്ടയും ഇട്ട് കൊടുക്കാം. ഇതൊന്നിട്ട് ഇളക്കി ചൂടാകുമ്പോൾ ഒരു 7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 5 പച്ചമുളക് ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റി കഴിയുമ്പോൾ ചെറുതായി കഷ്ണിച്ച 1/2 കിലോ ചിക്കനാണ് ഇതിലേക്ക് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എല്ലോടുകൂടിയുള്ള പീസാണ് ചിക്കൻ സ്റ്റൂവിന് എപ്പോഴും നല്ലത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു വൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പാകത്തിന് ഉപ്പിടുക. ചിക്കൻ ഇപ്പോൾ ഒരു വെള്ള കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് ഒഴിക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഒരു 3 പൊട്ടറ്റോയും 2 ക്യാരറ്റും കഷ്ണങ്ങളാക്കിയത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കണം. മിനിറ്റിന് ശേഷം ഇതിൽ നിന്ന് ഒരു 3 കഷ്ണം പൊട്ടറ്റോ എടുത്ത് ഉടച്ച് ഇതിലേക്ക് തന്നെ ചേർക്കുക. കറി ഒന്ന് കുറുകാൻ വേണ്ടിയാണ്. ചിക്കനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് 1-ാം പാല് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ്. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ആവി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് വറുത്ത് ഇടാം. ഇനി കുറച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും എടുത്തിട്ട് അതേ എണ്ണയിൽ തന്നെ ഇട്ട് താളിച്ചിടാം. അപ്പവും ചിക്കൻ സ്റ്റൂവും ഇതാ റെഡി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും കാണുന്നത് വരെ ബൈ.